കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ പീക്കിരിക്കുട്ടൻ നമ്മളെ വിട്ടുപോയ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പീക്കിരിക്കുട്ടൻ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പീക്കിരിക്കുട്ടൻ നമ്മളെ വിട്ടുപോയിട്ട് 1 മാസമായിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോടൊന്നും ഞാൻ പറയണില്ല, ഞാൻ ഇനി വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യണില്ല എന്ന് വിചാരിച്ചതാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, എനിക്ക് അത്ര വിഷമമായിരുന്നു. അത് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനേ ആകെ മാനസികമായിട്ട് തളർന്നു പോയി. കാരണം പീക്കിരിക്കുട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ഇടിപിടിയുന്ന എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്നാണ് പീക്കിരിക്കുട്ടൻ ഇല്ലാതെയായി പോയത്. അതാണ് ഏറ്റവും വിഷമം. അപ്പോൾ നമ്മുടെ പീക്കിരിക്കുട്ടൻ 1 മാസം മുമ്പ് അന്ന് നമ്മൾ ചിക്കനൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മീൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പീക്കിരിക്കുട്ടൻ രാവിലെ തൊട്ട് ഭയങ്കര ഫുഡ് കഴിക്കലാണ് കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ കളിയാക്കി ചിരിച്ചു, നാളെ ഛർദി വയറിളക്കൊക്കെ ആയിരിക്കും പീക്കിരിക്കുട്ടന്, എന്ത് ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ വൈകുന്നേരം ആയപ്പോൾ ചിക്കനൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ചിക്കനൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ടു. പിന്നെ അവന് കൊടുത്ത പാലും അവൻ കുടിച്ചു, മറ്റുള്ളവരുടെ പാലും കുടിച്ചു. അങ്ങനെ വയറൊക്കെ ഇങ്ങനെ ഗുണ്ട വയറാക്കിയിട്ട് നമ്മുടെ ബബിൾ കുട്ടൻ്റെ കൂടെ മുറ്റത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കളിച്ചു. പിന്നെ അവൻ വൈകുന്നേരം ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് ഒരു 8 മണിയാവുന്ന സമയത്ത് ഇവർക്കൊരു പരിപാടിയുണ്ട്. നമ്മുടെ വീടും റോഡ് സൈഡാണ് നമ്മുടെ വീട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 6-7 വർഷമായിട്ട് ഒരുപാട് പൂച്ചക്കുട്ടികൾ വളർന്നതാണ്. അപ്പോൾ അവരിങ്ങനെ റോഡിൽ പോയിട്ട് പുല്ല് തിന്നണ പരിപാടി ഉണ്ട് അവർക്ക്. അപ്പോൾ ഇവർക്ക് വണ്ടിയൊക്കെ ഇങ്ങനെ മാറി നടക്കാനും വണ്ടി വരുമ്പോൾ മാറിയിരിക്കാനൊക്കെ ഇവർക്ക് അറിയാം. കാരണം നമ്മുടെ മുറ്റത്ത് എപ്പോഴും വണ്ടികളായിരിക്കുമല്ലോ. അത് കാരണം തന്നെ അവർക്ക് അങ്ങനെ മാറി നിൽക്കാനൊക്കെ അറിയാം. പക്ഷെ എന്ത് സംഭവിച്ചു എന്നറിയില്ല, ഒരു കാറ് നമ്മുടെ പീക്കിരിക്കുട്ടനെ തട്ടി. അതാണ് സംഭവിച്ചത് കേട്ടോ. പീക്കിരിക്കുട്ടൻ്റെ മേത്ത് ഒരു മുറിയോ ഒരു ബ്ലഡോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ ഓടിപ്പോയി കോരിയെടുത്ത് എൻ്റെ കയ്യിൽ കിടന്നിട്ട് തന്നെയാണ് അവൻ മരിച്ചത്. പീക്കിരിക്കുട്ടാന്ന് വിളിച്ചപ്പോൾ അവൻ വിളി കേട്ടു. അപ്പോൾ വാരിയെടുത്തു, വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് കയ്യിൽ കിടന്നിട്ടാണ് അവൻ മരിച്ചത് കേട്ടോ. എനിക്ക് പ്രഷറൊക്കെ കയറി ആകെ ഞാനേ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു കേട്ടോ. കാരണം നമ്മളത് കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ സ്നേഹിക്കും, കൊഞ്ചിക്കും, ലാളിക്കും, വളർത്തും. അവർ നമ്മളെ വിട്ടുപോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിയുമ്പോൾ അവനെ വണ്ടി തട്ടുമ്പോൾ അപ്പോഴത്തെ ഒരു വേദന അനുഭവിച്ചു. അവൻ ഈ ഭൂമി വിട്ടുപോയി. പക്ഷേ ഇവരെയൊക്കെ സ്നേഹിച്ച് ലാളിച്ച് ഓമനിച്ച് വളർത്തിയിട്ട് നമുക്ക് ഉണ്ടാവുന്ന വേദന ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഏത് ഫംഗ്ഷന് പോയാലും എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്ത് പറ്റിയാകെ ക്ഷീണിച്ചു പോയില്ലോ എന്ന്. അവരോടൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ അവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ? ഈ കുഞ്ഞുമക്കളുടെ വേർപിരിയലാണ് എന്നെ വിധത്തിലാക്കിയെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. പിന്നെ പുച്ഛായി, പരിഹാസമായി. അതുകൊണ്ട് തന്നെ ആരോടും പറയാറുമില്ല. പീക്കിരിക്കുട്ടൻ്റെ വേർപാട് ഒരുപാട് പേരെ കരയിപ്പിച്ചു എന്ന് എനിക്കറിയാം. അത് കാരണം കൊണ്ടാണ് ഞാൻ പറയാൻ മടിച്ചതും. പിന്നെ കുറച്ച് പേര് ഇനി വീഡിയോ കാണില്ല എന്നൊക്കെ വിഷമത്തോടു കൂടി പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞിട്ടെങ്കിൽ നിങ്ങളുടെ വിഷമം മാറ്റാം. ഞാൻ എങ്ങനെ എൻ്റെ വിഷമം മാറ്റണ്ടേന്നൊന്ന് പറഞ്ഞുതരുമോ?